നമുക്കൊപ്പം ഡൽഹിയിൽ നിന്ന് അനൂപ് ദാസ് ചേരുന്നുണ്ട്. അനൂപ്, ഡൽഹി അടക്കമുള്ള സ്ഥലങ്ങളിൽ കനത്ത ജാഗ്രത തുടരുക തന്നെയാണ്. ഒരുപക്ഷെ 3:30യോടുകൂടി സൈറൺ മുഴങ്ങിയേക്കാം, അങ്ങനെ ചില റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. എന്താണ് ഇപ്പോൾ നമ്മുടെ തലസ്ഥാന നഗരത്തിൽ സംഭവിക്കുന്നത്? ദിതീഷ്, 3 മണിക്കാണ് ഡൽഹിയിലെ സൈറൺ മുഴങ്ങുക. അതായത് ഒരു 15-20 മിനിറ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഡ്രില്ലാണ്. ഒരു ആക്രമണം വന്നാൽ അല്ലെങ്കിൽ ഒരു കുഴപ്പമുള്ള സാഹചര്യം ഉണ്ടായാൽ എങ്ങനെ നേരിടണം എന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലാണ്. 3 മണിക്ക് സൈറൺ മുഴങ്ങും. ഡൽഹിയിൽ കാര്യമായ കുഴപ്പങ്ങൾ വേറെയില്ല. ഇപ്പോൾ ജമ്മുവിൽ നിന്നും ഒപ്പം ഉധംപൂരിൽ നിന്നും അതിൻ്റെ കൂടെ പഞ്ചാബിലെ പല മേഖലകളിൽ നിന്നും രാജസ്ഥാൻ്റെ പല മേഖലകളിൽ നിന്നും മറ്റ് അതിർത്തി പ്രദേശങ്ങളിലെ ചില ഇടങ്ങളിൽ നിന്നും ഡൽഹിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്ര സർക്കാർ തന്നെ 3 പ്രത്യേക തീവണ്ടികൾ ഉധംപൂരിൽ നിന്നും ഒപ്പം ജമ്മുവിൽ നിന്നും ഡൽഹിയിലേക്ക് ഓടിക്കാൻ പോവുകയാണ്. അതിൻ്റെ കൂടെ പഞ്ചാബ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രത്യേക വാഹനങ്ങളിൽ ആളുകൾ ഡൽഹിയിലേക്ക് എത്തുന്നു. ഡൽഹിയിൽ ഒരു സുരക്ഷാ പ്രശ്നം നിലവിലില്ല, പക്ഷേ ജാഗ്രതയോടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നുണ്ട്. എല്ലാ പ്രധാനപ്പെട്ട പൊതു ഇടങ്ങളിലെല്ലാം കർശന സുരക്ഷയാണ്. ഇപ്പോൾ എന്തായാലും പേടിക്കേണ്ട അവസ്ഥയൊന്നും ഡൽഹിയിലില്ല. അതിർത്തിയിലെ പൂഞ്ച്, കുപ്വാര തുടങ്ങിയിട്ടുള്ള മേഖലയിലാണ് ഇപ്പോഴും ഒരു കുഴപ്പം പിടിച്ച സാഹചര്യം നിലനിൽക്കുന്നത്. അതിർത്തി മേഖലയിലാണ് സംഘർഷം ഏറ്റവും കൂടുതൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധയും ജാഗ്രതയും വേണ്ടത്. സാധാരണക്കാരായ അതിർത്തി ഗ്രാമങ്ങളിൽ താമസിക്കുന്ന മനുഷ്യർക്ക് നേരെയാണ് പാകിസ്ഥാന്റെ ആക്രമണ ശ്രമങ്ങൾ, ഷെല്ലിംഗ് അടക്കം നടന്നുകൊണ്ടിരിക്കുന്നത്. കുറേ മനുഷ്യരെ നമുക്ക് ഈ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് അതിർത്തി മേഖലയിൽ. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രത ഇപ്പോൾ നമ്മുടെ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് വരുന്നുണ്ട്.